ഹായ് നമസ്കാരം. കൊടുങ്ങയിലെ സൈറിൻ സ്കൂളിലെ കുട്ടികളുടെ ഓണാഘോഷ പരിപാടിയുടെ വീഡിയോയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. വന്ന് കണ്ടു നോക്കൂ. അവാർഡ് കൊടുക്കാനായിട്ട് അച്ഛനെ ക്ഷണിക്കുന്നു, ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അവസരപ്പെടുന്നതിനെ ക്ഷണിക്കുന്നു. നഫീസിനെ ഇതൊക്കെ ഏറ്റുവാങ്ങാനായിട്ട് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും സന്തോഷമാണോ? സൂപ്പറായിട്ടുണ്ട് നിങ്ങളുടെ ഓണാഘോഷം. അച്ഛനവിടെ പൂക്കളൊക്കെ കണ്ടു. അതുപോലെ അപ്പോൾ അവസരപ്പെടുന്ന രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബഹുമാനായ നമ്മുടെ വികാരിച്ചൻ, അതുപോലെ നമ്മുടെ പ്രജകളെ കാണാത്ത ഒരു ദിവസമാണ് നാം ഓണമായിട്ട് കേരള ജനത ആഘോഷിക്കുന്നത്. ആഘോഷിക്കുന്നുണ്ട്. അതിന്റെ രണ്ടുപേരുടെ ഫീസ്റ്റ് ഒരാളുടെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എല്ലാമായിരുന്ന ഒരു വ്യക്തിയെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഓണം, അല്ലേ? അപ്പോൾ ഈ ഓണത്തിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് എല്ലാവരുമായി സ്നേഹം പങ്കുവയ്ക്കുക. പിന്നെ എന്താ പറയുന്നത്? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാം ഓണപ്പാട്ട് നാളെ തിരുവോണമാണെന്നാ തോന്നുന്നത്. ഓരോന്ന് ഓർത്തപ്പോൾ സങ്കടമാണ്. നമ്മുടെ സന്തോഷങ്ങളും ആഘോഷങ്ങളും എല്ലാം ഇവിടെ തീർന്നു. എല്ലാം ഈ വൃദ്ധസ്ഥാനത്തിന്റെ 4 ചുമരുകളിൽ ഒതുങ്ങിത്തീരും. കഴിഞ്ഞ ഓണത്തിൽ ഞാൻ എൻ്റെ മക്കളെ പ്രതീക്ഷിച്ചു. എന്നെ കൂട്ടിക്കൊണ്ടു പോകുമെന്നും എൻ്റെ സ്വന്തം വീട്ടിൽ ഓണം ആഘോഷിക്കാമെന്ന് നോക്കി. വെറുതെ ആഗ്രഹിക്കാമെന്ന് മാത്രം, ആരും ഒന്ന് കാണാൻ പോലും വരില്ലെങ്കിൽ എന്നോർക്കുമ്പോഴാണ് ശരിക്കും സങ്കടം വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചു കഴിഞ്ഞ ഓണത്തിന് മക്കളുടെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എല്ലാ ദിവസവും വേണ്ട, ആഘോഷങ്ങൾക്ക് മാത്രം സ്വന്തം വീട്ടിൽ നിൽക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇനി അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മക്കൾക്ക് നമ്മുടെ സ്വത്ത് മാത്രമാണ്. എത്ര സന്തോഷകരമായിരുന്നു ആ പഴയ നാടുകൾ. ഓരോ ഓണത്തിനും പൂക്കളും ഒരുക്കുന്നതും സദ്യ ഉണ്ടാക്കുന്നതും ഓണക്കോടി കൊടുക്കുന്നതും ഒക്കെ എത്ര പേർക്ക് വെച്ചു വിളമ്പി. എൻ്റെ മകന് എന്നോട് എന്ത് സ്നേഹമായിരുന്നെന്നും ഞാൻ ഭക്ഷണം വാരി കൊടുക്കുന്നതായിരുന്നു അവന് ഇഷ്ടം.
എന്നെയായിരുന്നു അവനേറെ ഇഷ്ടം. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി അതിനൊക്കെ എങ്ങനെയാണ് നഷ്ടമായത്? ഓർക്കുമ്പോൾ എന്റെ ഹൃദയം തകരുന്ന പോലെ തോന്നുന്നു. ജാനകിക്കൊരു വിസിറ്റർ ഉണ്ട്. വിസിറ്ററോ? ആരാണ് ഈ സമയത്ത് എന്നെ കാണാൻ? അമ്മേ. മോനെ, നീയോ? നീ എന്താ ഇപ്പൊ വന്നത്? അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മ എന്നോടൊപ്പം വീട്ടിലേക്ക് വരണം. ഈ ലോകത്ത് എത്ര സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും അമ്മയില്ലാതെ ഒരു ജീവിതം വ്യർത്ഥമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം അമ്മ ക്ഷമിക്കണം. അമ്മ എന്നോടൊപ്പം വീട്ടിലേക്ക് വരണം. നിന്റെ തെറ്റുകൾ മനസ്സിലാക്കി ആത്മാർത്ഥതയോടെ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിന്നോടൊപ്പം വരാം. പക്ഷേ എന്റെ കൂടെ ഇവരും ഉണ്ടാകും. നീ എന്നെ കൂടെ ഉപേക്ഷിച്ചു പോയ നാൾ മുതൽ എന്റെ ദുഃഖത്തിലും സുഖത്തിലും എനിക്ക് താങ്ങും തണലുമായി നിന്ന് ഇവരെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങോട്ടും വരില്ല. നിന്നെ പോലെ മാനസാന്തരം വന്ന് ഇവരുടെ മകൾ വിളിച്ചുകൊണ്ട് പോകുന്നവരെ ഇവരും നമ്മോടൊപ്പം പോരട്ടെ. എനിക്ക് സമ്മതമാണ്. ഇത്രയും നാളും ഞാൻ നഷ്ടപ്പെടുത്തിയ സ്നേഹം 3 അമ്മമാരും തരുമല്ലോ. വരും, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഈ ഓണം നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം. വരും അച്ഛമ്മേ, അച്ഛനൊക്കെ ഞങ്ങളുടെ വീട്ടിലൊരു നല്ല ഓണവിരുന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ട്. വരും, നമുക്ക് പോകാം.